ഹലോ നമസ്കാരം. അപ്പോൾ വൈകിട്ട് 5 മണിയായപ്പോൾ നേരെ വണ്ടി എടുത്തങ്ങ് ഇറങ്ങി. എവിടെ പോകണമെന്ന് കറക്റ്റ് ഒരു ഐഡിയ ഇല്ല. സാധാരണ ഞായറാഴ്ചകളിൽ വൈകിട്ട് ഒന്നും പോയില്ലെങ്കിൽ ആകെ ഒരു മടുപ്പാണ്. അതുകൊണ്ട് ചുമ്മാ ഒന്ന് ഇറങ്ങിയതാണ്. സാധാരണ ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ലുലു മാളിൽ അല്ലെങ്കിൽ ഫോർട്ട് കൊച്ചിയിലാണ് ചെന്ന് അവസാനിക്കാറുള്ളത്. ഇപ്പം ഇന്ന് ഈ 2 സ്ഥലം അല്ലാതെ വേറെ എവിടെയെങ്കിലും പോകാനാണ് എൻ്റെ ഒരു പ്ലാൻ. അപ്പോൾ MG റോഡ് എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കെന്നാൽ പുതുവൈപ്പ് ബീച്ചിൽ പോകാം. പുതുവൈപ്പ് പോയിട്ട് ഏതാണ്ട് കുറച്ചധികം നാളായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകാമെന്ന് കരുതി. ഞായറാഴ്ച ചെയ്തുകൊണ്ട് തന്നെ MG റോഡിലൊക്കെ നല്ല തിരക്കുറവുണ്ട്. സാധാരണ ദിവസങ്ങളിലൊക്കെ നല്ല ബ്ലോക്ക് ആയിരിക്കും ഈ റോഡിലൊക്കെ. ഇപ്പം നമ്മളിപ്പോൾ ഈ റോഡ് നേരെ ചെല്ലുന്നത് കച്ചേരിപ്പള്ളി ജംഗ്ഷനിലാണ്. അവിടെ നിന്ന് നേരെ ഹൈക്കോർട്ട്, അവിടെ നിന്ന് നേരെ വൈപ്പിനിലേക്കാണ് പോകുന്നത്. ഹൈക്കോർട്ട് ജംഗ്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണിത്. ഒരുപാട് നല്ല നല്ല കാഴ്ചകളുള്ള ഒരു റൂട്ടാണ് ഈ ഹൈക്കോർട്ട് ജംഗ്ഷനിൽ നിന്ന് വൈപ്പിൻ ദ്വീപിലേക്ക് പോകുമ്പോൾ. ഇടത്ത് വശത്തായിട്ട് ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലും കണ്ടെയ്നർ ടെർമിനലും അപ്പുറം കൊച്ചിൻ പോർട്ടിന്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് ഈ റൂട്ടിലൂടെ പോകുമ്പോൾ കാണാൻ പറ്റും. അങ്ങനെ 8-9 കിലോമീറ്റർ വണ്ടി ഓടിച്ചതിന് ശേഷം പുതുവൈപ്പ് ബീച്ചിൽ എത്താറായി. ആ കാണുന്നതാണ് ഇവിടുത്തെ ലൈറ്റ് ഹൗസ്. അതിന്റെ മുകളിൽ നമുക്ക് കയറാൻ പറ്റും. പക്ഷെ ഇപ്പം എന്തായാലും ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബീച്ചിലേക്ക് തന്നെ വണ്ടി തിരിച്ചു. ബീച്ചിലേക്ക് കയറിയപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചെറിയൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. കാരണം നമുക്ക് ഈ വഴിയിലൊന്നും വണ്ടി അങ്ങനെ പാർക്ക് ചെയ്തിടാൻ പറ്റില്ല. ഭാഗ്യത്തിന് ചെറിയൊരു ഗ്യാപ്പ് കണ്ടു. അപ്പോൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് നേരെ ബീച്ചിലേക്ക് നടന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഈ ബീച്ചിൽ. ഒരുപാട് ആളുകൾ നിന്ന് പട്ടം പറത്തുന്നത് കാണാം. പട്ടം ഇവിടെ നിന്ന് തന്നെ മേടിക്കുന്നതാണ്. 50 രൂപയാണ് റേറ്റ് വരുന്നത്. എന്തായാലും ഞാൻ ചെന്ന പാടെ ബീച്ചിലേക്ക് ഇറങ്ങി. കുറെ നേരം ബീച്ചിലൊക്കെ കളിച്ചു. കടൽക്കാറ്റ് ഏറ്റ് ബീച്ചിന്റെ സൈഡിലൂടെ ഇങ്ങനെ നടക്കാൻ നല്ല രസം തന്നെയാണ്. ഇവിടെ കുതിര സഫാരിയും ഉണ്ട്. 50 രൂപയാണ് കുതിരയുടെ പുറത്ത് കയറുന്നതിന് റേറ്റ് വരുന്നത്. നേരത്തെ ഈ ബീച്ചിൽ ഒരുപാട് കടകളൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് ഫുഡ് കൗണ്ടറുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഒന്നും കാണുന്നില്ല. നമ്മൾ നേരത്തെ ലൈറ്റ് ഹൗസ് കണ്ട ആ ഒരു റോഡില് അവിടെയാണ് ഇപ്പോൾ കടകളൊക്കെ ഉള്ളത്. ചിലപ്പോൾ ബീച്ചും പരിസരവും വൃത്തിയായി സൂക്ഷിക്കാനായിരിക്കാം അങ്ങനെ കടകളൊക്കെ മാറ്റിയത്. വെള്ളത്തിലൊക്കെ കളിച്ചതിന് ശേഷം അങ്ങനെ കരയിൽ വന്ന് കുറെ നേരം അങ്ങിരുന്നു. കരയിൽ വന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനും കുഞ്ഞൂട്ടിയും കൂടി മണ്ണിലായിരുന്നു കളി. അവന്റെ ഓരോരോ കലാസൃഷ്ടികൾ മണ്ണിൽ പ്രകടമാകാൻ തുടങ്ങി. പിന്നെ കുറെ നേരം കടലിലേക്ക് അങ്ങനെ നോക്കിയിരുന്നു. സൂര്യന്റെ ഭംഗിയെല്ലാം ആസ്വദിച്ചു. ഏതാണ്ട് ഒരു 8 മണിയായി കഴിഞ്ഞപ്പോൾ നേരെ പാർക്കിംഗ് ഏരിയയിലേക്ക് നടന്നു. നല്ല വിശപ്പുണ്ട്. അപ്പോൾ പോണ വഴിക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കണം. ബീച്ചിന്റെ ആ ഗേറ്റിന്റെ പുറത്തായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആ കടകളെല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും ലൈറ്റായിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകണം. ഞാനൊരു പ്ലേറ്റ് ബജ്ജിയും ഒരു സർബത്തുമാണ് മേടിച്ചത്. അപ്പോൾ ഇനി വേറെ പരിപാടിയൊന്നും ഇല്ല. നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.